പാലക്കാട് MLA രാഹുലേട്ടായിയുടെ ടൈമാണ് നല്ല ബെസ്റ്റ് ടൈം. മൂപ്പരൊന്ന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി എത്ര പേരാണോ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഗോപികമാരെ എന്നെ തേപ്പിക്കും രാഹുലേ, എന്നെ തേപ്പിച്ചും സോപ്പ് തേപ്പിച്ചും സുഖിപ്പിക്കുന്ന രാഹുലേ. ആരൊക്കെ രാഹുലേട്ടായിനെ ഏറി കയറ്റാൻ നോക്കിയാലും മൂപ്പരെ സംരക്ഷിച്ചു നിർത്താൻ ഇവിടെ ആളുള്ളിടത്തോളം കാലം പുള്ളി അവിടെ ഒറ്റയ്ക്കാവില്ല. ചങ്കായും ചങ്കിടിപ്പായും ഷാഫി പറമ്പിലുള്ളിടത്തോളം കാലം പിന്നെ എന്തിനാ മുത്തേ പേടിക്കണത്? അങ്ങനെ വടകരങ്ങാടി ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ തന്നെ കാണും. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട്ട് ജനങ്ങൾ എന്നും തല ഉയർത്തി നിൽക്കുന്നു പറഞ്ഞ രാഹുലേട്ടായി ഇപ്പൊ തലയിൽ മുന്നിട്ട് നടക്കേണ്ട അവസ്ഥയിലായതുകൊണ്ട് പുള്ളിക്ക് കൂട്ടായിട്ട് ഇപ്പൊ ഷാഫി പറമ്പില് പാലക്കാട്ട് എത്തിയിട്ടുണ്ട്. നൻപെണ്ടാ പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. പേടിച്ചിട്ടൊന്നല്ല, എന്നാലും ചെറിയൊരു ഭയം ഉള്ളതുകൊണ്ട് രാഹുലേട്ടായി ഇപ്പൊ പത്തനംതിട്ടയിലെ വീട്ടിലാണുള്ളത്. മൂപ്പരെ എങ്ങനെയെങ്കിലും തിരിച്ച് പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ഷാഫി പറമ്പിൽ നിന്നാണ് ഇവിടെ പൊതുവെ പറഞ്ഞേക്കണത്. അദ്ദേഹമാണ് ഈ വിദ്വാനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയത്. പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ ഈ വേതാളത്തെ കൊണ്ടുവന്ന് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹമാണ് എന്നുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു MLA ഇല്ലാണ്ടാക്കി, അത്രേ ഉള്ളൂ. അയാൾ തന്നെ അത് ഇല്ലാണ്ടാക്കിയത്. ഒന്ന് സൂക്ഷിക്കണമായിരുന്നു രാഹുൽ. MLA ഇവിടെ ജനങ്ങളുടെ ഒപ്പം നിൽക്കേണ്ട ആളാണ്, അതില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോ വീട്ടിലൊരു വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാണെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഷാഫി പ്രോ. അങ്ങനെയുള്ള സ്ഥിതിക്ക് രാഹുലേട്ടായിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തൊക്കെ ഒരു ഉപയോഗം ചേർന്നിട്ട് എന്തിന്റെ കാര്യം? ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ പറഞ്ഞത് അച്ചട്ടാണ് കേട്ടാ. ഒരുപാട് വാർത്തകൾ ഓൺ ദ വേ ആണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ ഗർഭചിത്രം നടന്നതുമായി ബന്ധപ്പെട്ട ഓഡിയോ, അതുപോലെ വളരെ ഈ ഞാൻ മരിക്കും കൊല്ലും എന്നൊക്കെ പറയുന്ന ഓഡിയോകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒന്ന് പറഞ്ഞാൽ പോരെ, ഇതെന്റേതല്ല, ഇത് ഫേക്കാണ്, ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കും. പിന്നെ ആരെങ്കിലും ഇതിന് പുറകെ പോവോ? ഇവർക്കൊരു സ്പേസ് ഉണ്ട്. അത് പിന്നെ എന്താന്നറിയില്ല, രാഹുലേട്ടായിക്കെതിരെ സ്ത്രീകൾ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോ അപ്പൊ തന്നെ രാഹുലേട്ടായിയുടെ സംസാരശേഷി പോയി. പാവല്ലേ. പക്ഷെ മൂപ്പര് മിണ്ടിക്കൊള്ളൂട്ടോ. പരാതി ഉന്നയിച്ച പെൺകുട്ടികള് മൊഴി കൊടുക്കാൻ ഉറച്ചിട്ടുണ്ടല്ലോ, അപ്പൊ മൊഴി കൊടുക്കുമ്പോ പുള്ളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അപ്പൊ മൂപ്പര് താനെ മിണ്ടിക്കോളും. എത്ര കൃത്യമായിട്ടാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഇവരുണ്ടാക്കിയത്? ഇത് തെളിവല്ലേ, നിങ്ങളുടെ ഒക്കെ കൈവശമുള്ളതല്ലേ? എത്ര പേരുടെ, എന്തിന് സിനിമാ നടൻ അജിത്തിന്റെ പോലും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയി വരുന്നത്. അല്ലെങ്കിൽ തന്നെ പണിയുടെ മേല് പണിയാണ്. അതിന്റെ ഇടയിൽ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ കൊമ്രയുടെ. എല്ലാ കള്ളത്തിലും ഒന്നിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക? അതിനുശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവവികാസങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവിടെ പണം കൊണ്ടുവന്നു, പണം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള വ്യാപക ചർച്ച വന്നു. നീ എവിടെ വന്ന മരഭൂതമേ? എന്നിട്ട് വന്ന് പറഞ്ഞത് എന്താ, ഈ പെട്ടി തുറന്ന് എൻ്റെ ഷർട്ടും മുണ്ടും ഞാൻ ഏത് ധരിക്കണം എന്ന് ഷാഫിക്കെ കാണിക്കണം, അത് കാണിക്കാൻ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അത് കാണിക്കാൻ കൊണ്ടുവന്നത് ആണ് എന്നാണ് ഈ MLA അന്ന് പറഞ്ഞിരുന്നത്. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുലേട്ടായിക്കുള്ള ചായയും പരിപ്പടയും മണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ്, ഇപ്പുറത്ത് സ്ത്രീകളുടെ ആരോപണം, ഇവിടെ റെയ്ഡ്, അവിടെ മൊഴിയെടുപ്പ്. ഇതാ പറഞ്ഞേ രാഹുലേട്ടായിയുടെ ടൈമാണ് നല്ല ബെസ്റ്റ് ടൈം. റിയൽ വർക്ക് ഇല്ലാത്ത റീൽസ് സർവൈവ് ചെയ്യത്തില്ല. റിയൽ വർക്കിന്റെ റീൽസ് ആണ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ, സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പൊ റീൽസ് മാത്രമായാലും പ്രശ്നമാണ്. കാഞ്ചനമാല മൊയ്തീനെ സ്നേഹിച്ച പോലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിലും കേസിന്റെ മേലെ കേസായിട്ട് പല വെറൈറ്റി കേസുകൾ വരുമ്പോ രാഹുലേട്ടായിയുടെ രാഷ്ട്രീയ ഭാവി എന്താവുന്ന് കണ്ടറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.